മലയാളത്തിന് ഒരുപാട് നല്ല പാട്ടുകൾ നൽകി സന്തോഷിപ്പിച്ച് സംഗീത സംവിധായകൻ അവസാനിപ്പിച്ച സാറിന് 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത് അദ്ദേഹം 50 വർഷം കടന്നിരിക്കുകയാണ് സംഗീത പദ്ധതി. അതുമായി ബന്ധപ്പെട്ടത് നടക്കുന്ന ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, പതുക്കെ സംസാരിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വീണ്ടും പറഞ്ഞാലാണ് അടുത്ത വാക്ക് പറയുന്നത്. എന്താണ് ചിരിക്കുന്നത്? മോദിജി വന്നപ്പോൾ ആ ആംഗ്യങ്ങളും എക്സ്പ്രഷനൊക്കെ ഞാൻ കണ്ടത്, പക്ഷെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അനാഥരാണ്, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനാണ് ചിരിച്ചിട്ട്? അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒന്നും പറയില്ല എല്ലാവരും ഉള്ള ഈ വേദിയിൽ നമുക്കൊരു പാട്ട് പാടാൻ പറ്റാൻ. എല്ലാ വേദിയിലും പാടുന്നതാണ്. ഇത് ആരാണ് ഈ ചിരിക്കുന്നത്? ഇത്ര സംഗീതാത്മകമായി ചിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് മുഖ്യമന്ത്രി വെക്കുന്നു. ചുവന്ന ഷർട്ടിട്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ കർശനമായി നടപടിയെടുക്കുന്നത്. എന്തായാലും ഈ ഫ്രണ്ടില് ചുവന്ന ചുരിദാറിട്ട കുട്ടിയുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളുള്ള ഒരു പരിപാടിയല്ലേ. ആ പരിപാടിയിൽ ഞങ്ങളെ പോലുള്ള 2 മുതിർന്ന വ്യക്തികൾ പാടാതിരിക്കുന്നത് മോശം. എന്താണ് ഒരു വികാരമില്ലാതെ നോക്കിക്കൊടുത്തത്? അപ്പൊ നമ്മൾ പാടുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, കൈയടിക്കുക. അനന പാതിയേ ആ പാതി തേ തേന ആ പാതിയ ആ പാതി തേ തേ തോ. അതെങ്ങനെയാണോ ഒന്ന് പാടിക്കേ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒന്നോടെ പാടാം. അനന പാതിയേ ആ പാതി തേ തേന. ഇനി ബാക്കി മോദിയെ പാടാം. അനന ഭാതിയേ ആദാതി ധേ ധേ നാ ബിഡായ്. ഇനി പാട്ട് പാടിയാൽ ഇങ്ങനെയുള്ള ചിരികൾക്ക് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 5 വർഷം കഴിയാറായി. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, LDF വരും, എല്ലാം ശരിയാവും. താങ്ക് യു സോ മച്ച്. നല്ലൊരു കഴിഞ്ഞു കൊടുത്തേ നമ്മുടെ പിണറായി സാറ് മോദിജിക്കും. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിയുമാണ് സംസാരിച്ചത്. പക്ഷെ അവരൊരിക്കലും ഇങ്ങനെ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു തമാശ രൂപേണ അവതരിപ്പിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ശബ്ദം ഞാൻ എന്നോട്ട് അനുകരിക്കാൻ തുടങ്ങിയോ അന്നോട്ട് പല കമന്റുകളിലൂടെയും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ, അത് പലരും പല രീതിയിൽ എടുക്കുക. ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കും. പക്ഷെ എനിക്കറിയില്ല, പിണറായി സാർ ഇത്രയും സ്വാധീനിച്ച ഒരു വ്യക്തി ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കാരണം എനിക്കൊരു ജീവിതം തന്നത് പിണറായി സാറാണ്. കാരണം ഞാൻ മിമിക്രി ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്പനിയിൽ ഗ്രീസടി ആയിരുന്നു എൻ്റെ പണി. അപ്പൊ ഗ്രീസ് അടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കൊറോണ കാലം വന്നു. അങ്ങനെ പിണറായി സാറിനെ മോദിനെ ആദ്യമായിട്ടൊന്ന് പാട്ട് പാടിപ്പിച്ചപ്പോൾ എനിക്ക് ജീവിതം തന്നു അവര്. അങ്ങനെയാണ് എനിക്ക് ഈ വേദികളിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മഹേഷ് കുഞ്ഞവനായിട്ട് മാറിയത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി അടുത്ത ശബ്ദത്തിലേക്ക് കിടക്കാം. അടുത്ത ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പല മേഖലയിലുള്ള ശബ്ദ ടൈപ്പുകളുണ്ട്. അതില് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ് ജോർജ് ജോർജിനെ അറിയുന്നവർ ഒന്ന് കൈയടിക്കാമോ? ചേട്ടൻ അറിയില്ലെന്നാണ് കൈയടിക്കുക.
അപ്പൊ ജോർജ് ജോർജിന്റെ അദ്ദേഹത്തിന്റെ ശരീരം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി കാതോട് കാതൽ എന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ഓണം നൈറ്റ് 2025 എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മുടെ ജോർജ് കടന്നു വരികയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എന്നാലും സിംഗപ്പൂരിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി, അതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നാലും നമ്മുടെ പിണറായി സാറ് ഒരു പാട്ട് പാടി, ഞാനൊരു ചെറിയ പാട്ട് പാടാൻ. ചേട്ടൻ എന്നെ അറിയോ? ചേട്ടൻ കണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? സിനിമയിൽ പോലും കണ്ടു. എന്റെ പണിയുന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു, ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ എന്തായാലും ഞാൻ ചെറിയ പാട്ട്. പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചോട് വെച്ചിടും. പാടത്തിനോരത്തവളെന്നും ഇരിക്കും ചെത്തി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. വാക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിൻ മറവിലിരുന്ന്, ആരുമറിയാതെ അവളൊന്നു മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. അതെല്ലാവരും പറഞ്ഞ നമ്മുടെ ജോർജ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് തമിഴിൽ നിന്നുള്ള ഒരു താരമാണ്. തമിഴിൽ നിന്ന് താരം എന്ന് പറഞ്ഞാൽ പലരും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മക്കൾ സെൽവൻ വിജയ് സേതുപതി. അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி பேசுகிறேன். ரொம்ப சந்தோஷமா இருக்கேன். இது மிகப்பெரிய பெருமை. நான் இந்த மேடையில் வந்து நான் ஃபர்ஸ்ட் ஆஃப் ஆல் சிங்கப்பூர்ல ஃபர்ஸ்ட் டைம் பார்க்குறேன். என்ன சார் எப்படி இருக்கீங்க சார்? சார் உங்களை பார்த்துருக்கேன் சார். சார் இங்க இருக்கீங்களா? என்ன செய்யறீங்க சார்? அவங்கள ஃபர்ஸ்ட் டைம் பார்த்து எங்க? சென்னையில் தானே? சென்னையில் பார்த்துருக்கு இல்லையா? ஞாபகமே இல்லைடா. சிரிப்புதான், சிரிச்சுக்கொண்டே இருக்கிறீங்க சார். நான் ஒரு கதை சொல்லுமா சார்? ஒரு கதை சொல்லுமா? ஒரு நாள் புலி துரத்த ஓட வழி இடம் இல்லாம மேடம் தாண்டி தெருவை பாய்ச்சி அங்க ஒரு மரம் இருந்த இலையை விட்டு கிளை விட்டு கடைசி சீக்கிரம் கொடையை பிடிச்சு தொங்க கொடி பாம்பு தெரிய என்னடா இலை வளர்க்கணும். மேல பார்த்தா தேய் கொடி இருந்தா அந்த தேய் கொடி ஒரே ஒரு துளை தேன் நடுவே பக்கத்துல வந்து விழுந்தா மேல குளக்கீழ என்ன இருந்தாலும் அப்படியே எல்லாம் பக்கம் திருச்சி போலாமா? பாம்பாவது பள்ளமாவது புலியாவது பூனையாவது உசுர போனாலும் மசுர போச்சு நாக்கு நீக்கி தேனை நக்கி அகான்னு சொன்னா. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിജയ് സേതുപതി അദ്ദേഹം പലരും നമ്മൾ അനുകരിച്ച ആളുകള് നമ്മളെ പറ്റി ഒരു കമന്റ് പറയാന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നത് കണ്ടു. അദ്ദേഹം എന്നെ പറ്റി ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും അടുത്ത ശബ്ദത്തിലേക്ക് കടക്കുകയാണ്. എന്നെ പിണറായി സാറിനെ പോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ മറ്റൊരു താരമാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. വിനീത് ശ്രീനിവാസൻ എഴുതി വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഇവിടെ അദ്ദേഹത്തിന്റെ വിനയമായിരിക്കും. അദ്ദേഹം ഒരു വേദിയിലേക്ക് കടന്നു വന്ന ഭയങ്കര വിനയാണ്. ഇപ്പൊ ചേട്ടനെ കണ്ട ചേട്ടനെ കാല് തൊട്ട് വന്ദിക്കുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യും. അപ്പൊ വിനീത് ശ്രീനിവാസൻ കടന്നു വരികയാണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്നെ മനസ്സിലായിരുന്നു. ചേച്ചി സുഖമാണോ? ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ചിരിക്കുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും ചേച്ചി കാണാൻ സൈഡിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി ഒരു കൈയടി കാണേ. എന്തായാലും നല്ല സന്തോഷമുണ്ട്. ചേട്ടാ ചേട്ടൻ തന്നെ ചോദിക്കാം. ചേട്ടൻ എൻ്റെ പുതിയ സിനിമകളൊക്കെ കണ്ടായിരുന്നു? എൻ്റെ പുതിയ സിനിമകള് എന്തല്ലേ? പിണറായി സാർ ചോദിച്ചപ്പോൾ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. വിനീത് ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് കടന്ന് വരികയാണ്. ഒരു ചെറിയ റിക്വസ്റ്റ്, പ്ലീസ് ഒന്ന് കടന്നു വരും പ്ലീസ്. നല്ലൊരു കൈ കൊടുക്ക. ഇതൊന്നും പോരാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരുമ്പോ ഇങ്ങനെയാണ് കൈ അടിക്കേണ്ടത്. നല്ലൊരു കൈ കൊടുത്തേ. അതിൽ കയറാൻ പറ്റില്ലല്ലേ? ഓക്കേ, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല ഈ സ്റ്റേജില്. ചേട്ടൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഓ രക്ഷപ്പെട്ട കർത്താവേ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി.
നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരല്ലേ? ഇപ്പൊ ചേട്ടൻ തന്നെ ഇപ്പൊ സങ്കടത്തിലിരിക്കുമ്പോ ചേട്ടന് മോട്ടിവേഷണൽ വീഡിയോസ് വരാറുണ്ടോ? വരാറുണ്ട്. അതില് ആഹാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരികയാണ്. അപ്പൊ നമ്മൾ സങ്കടത്തിലിരിക്കുമ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് കാണിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഡയറ്റിലാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന്റെ വീഡിയോസ് ആയിരിക്കും കാണിക്കുക. അങ്ങനെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ മനസ്സറിയുന്ന ഒരു കൂട്ടുകാരനായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ നിങ്ങൾ സങ്കടത്തിലിരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മൊട്ടത്തലയൻ ചേട്ടൻ വന്ന് മോട്ടിവേഷൻ പറയാറുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ചേട്ടനറിയാം. ഇവിടെ പലർക്കും അറിയോന്നറിയില്ല. അദ്ദേഹത്തിന്റെ പേര് ഷിനോദ് സവാരി എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ശൈലി കണ്ടാൽ ഞാൻ അനുകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മാത്രം നല്ല കൈഡികൾ എന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതിക്ക്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള നാടാണത്. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എൻ്റെ അനുകരണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ, ഒരു 50-60 പേരെ സ്പോട്ടപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴാട്ടോ അറിഞ്ഞത് നമുക്ക് സ്ക്രീൻ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും അനുകരണങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും മുന്നോട്ട് അനുകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അവസാനം എൻ്റെ 2 സെക്ഷനും കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം ഞാൻ അനുകരിച്ച വോയിസുകളിൽ ആരുടെ വോയിസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയണം. പറയില്ലേ? നല്ല കൈഡിയിലൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നല്ല പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിക്കാം.